ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്നാലും വഖഫ് ബോർഡിന്റെ മുൻ ചെയർമാനായിരുന്ന റഷീദ് അലി തങ്ങളായിരുന്നാലും പിന്നീട് വന്ന PK ഹംസയായിരുന്നാലും ഇത് സംബന്ധിച്ച് പലതരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ഇതിലെ മേലധികാരികളായിരുന്നാലും ഇവരൊക്കെ കേരളത്തിലായി പോയി എന്നുള്ളതാണ് അവരുടെ ഒരു പരിമിതി. കാരണം അവർ കേരളത്തിലല്ലായിരുന്നു എന്ന് വിചാരിക്കുക. കേരളം അവർക്ക് വേണ്ടത്ര വിധത്തിൽ വളരാൻ പറ്റിയൊരു മണ്ണൊന്നുമായിരുന്നില്ല. 2047 ആകുമ്പോഴേക്ക് വളരുമെന്നുള്ള ഒരു സ്വപ്നങ്ങളിലൂടെയാണ് ഇത്തരം സുഹൃത്തുക്കളുടെ യാത്ര. കേരളം ചില പരിമിതികളും മതേതര ബോധമുള്ള ബഹുജനങ്ങളുമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന റേഞ്ചിൽ വളരാൻ പറ്റില്ല. ഇവർ കേരളത്തിന് പുറത്ത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിലോ അതുമല്ലെങ്കിൽ പാലസ്തീനിലോ ഈ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഹമാസിന്റെ തലവന്മാരോ ഹിസ്ബുള്ളയെ നയിക്കേണ്ട ആളുകളോ അവിടെ കൊമേനിയുടെ മരണശേഷം ഇതിനെയൊക്കെ കൊണ്ടു നടക്കേണ്ട ആളുകൾ അവരുടെ നിർഭാഗ്യം കൊണ്ടും ഇവിടെ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഹിസ്ബുള്ള ചെയ്യുന്നതോ ഹമാസ് ചെയ്യുന്നതുമായ ആയുധത്തിന്റെ ആ പ്രകടനശേഷി നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു പരിസ്ഥിതി നമ്മൾ ഇന്ന് കാണുകയാണ്.